ബേപ്പൂരിൽ നിന്ന് യുഎഇയിലേക്കും തിരിച്ചുമുള്ള യാത്രാ കപ്പൽ പദ്ധതി വൈകുന്നു. യുഎഇയിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞ ദിവസം കൊച്ചിയിലെത്തേണ്ടിയിരുന്ന കപ്പലിന്റെ സർവീസ് റദ്ദാക്കിയിരുന്നു. ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കാത്തതിനാലാണ് സർവീസ് വൈകുന്നത്. പദ്ധതിക്ക് വിമാന കമ്പനികൾ തുരങ്കം വയ്ക്കുകയാണെന്ന ആരോപണവും ശക്തമാണ്. യാത്രാക്കപ്പലിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നവകേരള സദസ്സിന്റെ അവസാന ദിവസം ഉണ്ടാവുമെന്നായിരുന്നു പ്രതീക്ഷ. സാങ്കേതിക കാരണങ്ങളാൽ ഇതിന് കഴിഞ്ഞില്ല. ഇതിനിടെ തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ രാജിവെക്കുക കൂടി ചെയ്തോടെ പദ്ധതി അനിശ്ചിതത്വത്തിലായി. പുതിയ മന്ത്രി എത്തി കാര്യങ്ങൾ പഠിച്ചു വേണം അടുത്ത നടപടികളിലേക്ക് കടക്കാൻ. ഈ ബഹുമാനപ്പെട്ട മന്ത്രിമാര് വകുപ്പ് മാറുന്നതുകൊണ്ടാണ് പുതിയ മന്ത്രി വരെയാണ് പിന്നെ താമസമെടുക്കും. വിമാന നിരക്കിനേക്കാളും 1/3 ടിക്കറ്റ് നിരക്കിൽ യാത്ര ചെയ്യാമെന്നായിരുന്നു സവിശേഷത. ആദ്യ സർവീസ് ഡിസംബർ 23 കൊച്ചിയിലെത്തുന്ന നിലയിൽ ഷെഡ്യൂൾ ചെയ്യുകയും ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ പച്ചക്കൊടി ലഭിച്ചെങ്കിലും ഇതിനിടെ ടെൻഡറിലൂടെ നടപടി പൂർത്തീകരിക്കണമെന്ന നിർദ്ദേശം വന്നതോടെ ആദ്യ സർവീസ് റദ്ദു ചെയ്തു. ടെൻഡർ പ്രസിദ്ധീകരിക്കാൻ കേരള മാരിടൈം ബോർഡിനെയും നോർക്ക റൂട്ട്സിനെയും ചുമതലപ്പെടുത്തി. സർവീസിന് താൽപ്പര്യമുള്ളവർക്ക് ടെൻഡറിൽ പങ്കെടുക്കാനാവും. പദ്ധതിക്ക് വിമാന കമ്പനികൾ തുരങ്കം വയ്ക്കുന്നതായും സംശയമുണ്ട്. രണ്ട് സർക്കാരുകൾക്കും ഇത് ആവശ്യമാണ്. പിന്നെ ജനങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി, അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ എല്ലാം കഴിഞ്ഞു. അവരവരുടേതായ ശ്രമം നടത്തും. ദുബായിൽ നിന്ന് പുറപ്പെട്ട് 21 കൊച്ചിയിൽ എന്ന രീതിയിൽ ഒരു പ്ലാൻ ചെയ്തതിൻ്റെ ഷെഡ്യൂൾ നിങ്ങൾ സമർപ്പിച്ചായിരുന്നു. അപ്പോഴാണ് സാങ്കേതിക പ്രശ്നം വന്നത്. ടെൻഡർ വിളിക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഡയറക്ഷൻ. ബദൽ യാത്രാമാർഗം എന്ന നിലയിൽ മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ പ്രശ്നത്തിൽ നിരന്തരം ഇടപെടുന്നുണ്ട്. റിപ്പോർട്ടർ, കോഴിക്കോട്.